Hello friends, in this video, we will simple harmonic motion എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം simple harmonic motionലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം എന്താണ് ഒരു periodic motion എന്ന് നോക്കാം. A motion that repeats itself at regular intervals of time is called periodic motion. ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഇതേ പീരിയോഡിക് മോഷൻ ഒരു ഓസിലേറ്ററി മോഷൻ ആണ് എങ്കിൽ, അതായത് ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് ഇത് ഓസിലേറ്റ് ചെയ്യുവാണ്, ഒരേ സ്പെസിഫിക് ടൈം ഇന്റർവെൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കാം. എപ്പോൾ ഒരു കണ്ടീഷനോടുണ്ട്, വെൻ the restoring force is directly proportional to the displacement from the equilibrium position. അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കൊരു പെൻഡുലത്തിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു സ്റ്റോൺ കെട്ടിയിടുന്നു, അതിനെ നമ്മൾ അത് ഹാങ് ചെയ്ത് നിർത്തുന്നു. അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും അത് കിടക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ അത് ആ ഇക്വിലിബ്രിയം പൊസിഷൻ അബൌട്ടായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അത് എന്തുമാത്രം മാറുന്നു, ആ ഡിസ്പ്ലേസ്മെന്റ് എന്തുമാത്രം അതിനുണ്ടാകുന്നു, അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും തിരിച്ച് ഇതേ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് അതിന് തിരിച്ചു വരാനുള്ള ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിൽ ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മോഷനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇസ് എ ടൈപ്പ് ഓഫ് പീരിയോഡിക് ഓസിലേറ്ററി മോഷൻ വെയർ restoring force is directly proportional to distance from the equilibrium position. ഇനി ഈ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ഇറ്റ് വിൽ ഓൾവേസ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഈ പെൻഡുലം ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് അത് മൂവ് ചെയ്യുന്നത് തിരിച്ച് ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരാനുള്ള ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അതിൽ ജനറേറ്റ് ആകുന്നു. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി പെൻഡുലം കൂടാതെ മറ്റൊരു എക്സാമ്പിളോട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു മാസ് സ്പ്രിംഗ് സിസ്റ്റം, അതായത് ഇതുപോലത്തെ ഒരു സ്പ്രിങ് ഹാങ് ചെയ്തിരിക്കുന്ന സ്പ്രിങ്ങിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു വെയിറ്റ് കൊടുത്തിരിക്കുന്നു. ഈ വെയിറ്റിനെ നമ്മളൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ആവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ഈ വെയിറ്റിനെ തിരിച്ച് അതിൻ്റെ ഇനീഷ്യൽ അല്ലെങ്കിൽ ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തിക്കാൻ അത് ശ്രമിക്കും. A mass attached to a spring, when displaced and released, undergoes simple harmonic motion as the spring's restoring force pulls it back and forth. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഒരു പെൻഡുലം, ഒരു ഓസിലേറ്റിംഗ് പെൻഡുലം, അതേപോലെ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന കുറച്ച് ടേംസ് കൂടെ നോക്കാം. അപ്പം നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടേംസ് തന്നെയാണ് പീരിയഡ്, ഫ്രീക്വൻസി, മീൻ പൊസിഷൻ. ഓക്കെ, the period എന്തായിരുന്നു? The smallest interval of time after which the motion is repeated is called its time period. ഇതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്യാപിറ്റൽ ടി ആണ് യൂസ് ചെയ്യുന്നത്. SI യൂണിറ്റ് വരുന്നത് സെക്കൻഡ്സിലായിരിക്കും. എത്ര ടൈമിലാണ്, ഒരു ഫിക്സഡ് ടൈമിലാണ് മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ടൈം പീരിയഡിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ടി ടൈം പീരിയഡ് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള the reciprocal of time period gives the number of repetitions that occur per unit time. ഇപ്പോൾ ഒരു സെക്കൻഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഒരു സെക്കൻഡിനുള്ളിൽ എത്ര പ്രാവശ്യം ആ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നു ഈക്വിലിബ്രിയം പൊസിഷൻ അബൌട്ടായിട്ട്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഫ്രീക്വൻസി ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ന്യൂ എന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ന്യൂവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരിയഡ്. ന്യൂ ഇസ് ഈക്വൽ ടു 1/T എന്ന് നമുക്ക് എഴുതാം. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് 1/second അല്ലെങ്കിൽ (10⁻⁻⁻1 എന്ന് പറയാം. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്ര മാക്സിമം ഡിസ്റ്റൻസിലാണോ ബോഡി ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇടയ്ക്ക് ഡിസ്പ്ലേസ് ആയി പോകുന്നത്, ആ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം എത്ര ഡിസ്റ്റൻസ് വരെ ബോഡി ഡിസ്പ്ലേസ് ആയി പോകുന്നുണ്ട്, അതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ A ഇക്വേഷൻസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. The magnitude of maximum displacement of a particle from its mean position during simple harmonic motion is called its amplitude. Mean position എന്തുവാ? നമ്മൾ പെൻഡുലത്തിൻ്റെ കേസിൽ പറഞ്ഞു, അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് റെസ്റ്റിലിരിക്കുന്ന ആ ഒരു പൊസിഷനെയാണ് അതിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം, കാരണം അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഈ ഇക്വിലിബ്രിയം പൊസിഷൻ അബൌട്ട് ആയിട്ടായിരിക്കും അത് ഓസിലേറ്റ് ചെയ്യുന്നത്. ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഡ്യൂറിംഗ് ദ മോഷൻ വെർ ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഇസ് 0 ഇസ് കോൾഡ് ദ മീൻ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം.
ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് ബേസിക് ഇക്വേഷൻസ് കൂടെ അറിഞ്ഞിരിക്കണം. നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഇൻ ടേംസ് ഓഫ് ടൈം പീരിയഡ്. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ സിമ്പിൾ ഹാർമോണിക് മോഷനെ ഒന്നുകിൽ ഒരു സൈൻ വേവ് ആയിട്ട് അല്ലെങ്കിൽ കോസ് വേവ് ആയിട്ടൊക്കെ ആണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇവിടെ കോസ് വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു കോസ് ഒമേഗ ടി. ആംപ്ലിറ്റ്യൂഡ് എന്തായിരുന്നു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആംപ്ലിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ക്യാപിറ്റൽ എ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോസ് ഒമേഗ ടി, ഒമേഗ എന്താ വരുന്നത്, ഒമേഗ ഇസ് ആംഗുലർ ഫ്രീക്വൻസി, ടി ഇസ് എ ടൈം പീരിയഡ്. അപ്പം എ കോസ് ഒമേഗ ടിക്ക് പകരം എ സൈൻ ഒമേഗ ടി എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇനി ഡിസ്പ്ലേസ്മെന്റ് ഇപ്പം ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനെ ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ടി അതിന്റെ ഒരു ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഇപ്പൊ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് വരുമ്പോൾ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്നോട് വരും. അപ്പം അതുകൊണ്ട് മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. ഇനി വെലോസിറ്റിയിൽ നിന്നും ആക്സലറേഷൻ കണ്ടുപിടിക്കണമല്ലോ, ഒന്നുകൂടെ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ടൈം. വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ സൈൻ വേവ് അല്ലെങ്കിൽ കോസ് വേവ് അതിന്റെ പീക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ കേസുകളിൽ എപ്പോഴും ഈ പീക്കിൽ നിന്നായിരിക്കത്തില്ല വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ച്, പീക്ക് ഇവിടെ ആണ്, പക്ഷെ നമ്മുടെ വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് പീക്കിന് കുറച്ച് മുന്നേ ആയിട്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ അതിൻ്റെ ഫേസ് ലാഗ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്നൊക്കെ വിളിക്കുന്നത്, ഫേസ് ആംഗിൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. In most general cases, displacement graph doesn't begin at a peak. This means that phi is equal to 0. നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഫേസ് ഡിഫറൻസ് വരുന്നുണ്ടെന്ന്. ആ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫൈ എന്ന ടേം യൂസ് ചെയ്യുന്നത്. ഫൈ എന്നുള്ളത് മിക്കപ്പോഴും റേഡിയൻസിലായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ചിലപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിൽ പൈ ബൈ 2 അല്ലെങ്കിൽ പൈ ബൈ 4 ഈ കോസ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നൊക്കെ കാണാം. അതിന് ഈ പൈ ബൈ 2 അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ അവിടെ റേഡിയൻസിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഫേസ് ഡിഫറൻസ്. കാരണം വേവ് പീക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫേസ് ഡിഫറൻസ് ആണ് ഈ ഫൈ എന്നുള്ള വാല്യൂ. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് കേസിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ വരാൻ പോകുന്നത് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ അല്ലെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് ആയിരിക്കും. ഫൈയുടെ വാല്യൂ ഒന്നെങ്കിൽ പൈ ബൈ 2 അല്ലെങ്കിൽ പൈ ബൈ 6 അല്ലെങ്കിൽ പൈ ബൈ 4 അങ്ങനെ റേഡിയൻസിലായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഫൈ എന്നും തരാറുണ്ട്. ഇനി ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിലോ വീണ്ടും ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ആക്സലറേഷൻ എടുക്കണമെങ്കിൽ ഒന്നുകൂടെ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് അപ്പോൾ ജനറൽ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ചോദിക്കുവാണെങ്കിൽ കൂടുതൽ കേസിലും എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ, അതായത് ഫൈയോടൊട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് ഇല്ലാത്ത കേസിലാണ് എങ്കിൽ എ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ എ സൈൻ ഒമേഗ ടി കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം 1/t ആണ്. ആംഗുലർ ഫ്രീക്വൻസി ആണെങ്കിലോ 2π ഇൻറ്റു ഫ്രീക്വൻസി, അതായത് 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ആംഗുലർ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് വരുന്ന റേഡിയൻസ് പെർ സെക്കൻഡിലായിരിക്കും. ഇനി ഫേസ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫേസ് ആംഗിൾ, അതിന്റെ യൂണിറ്റ് വരുന്ന റേഡിയൻസിലായിരിക്കും. ഇൻ ജനറൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ കനോട്ട് ബി ഡിസ്ക്രൈബ്ഡ് by a pure sine or cosine function, so a phase constant phi or phase angle must be introduced. അപ്പോൾ ഇത്രയാണ് ബേസിക് ഇക്വേഷൻസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ SHMന്റെ 2 എക്സാമ്പിൾസ് ആയ പെൻഡുലവും അതേപോലെ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെയും ടൈം പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കൂടെ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു പെൻഡുലം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് L ആണ്, താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന്റെ മാസ് M ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പെൻഡുലം നമ്മൾ ഓസിലേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ടൈം പീരിയഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം പീരിയഡ് വിൽ ബി ഗിവൺ ബൈ ദ ഫോർമുല 2π√L/g. ഇവിടെ L എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു സ്ട്രിങ്ങിന്റെ ലെങ്തും, G ഇസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതേപോലെ തന്നെ സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ടൈം പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ T is equal to 2π√m/k. അവിടെ M വരുന്നത് സ്പ്രിങ്ങിന്റെ അറ്റത്തായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന മാസും, K വരുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റുമാണ്. അപ്പോൾ എന്താണ് ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ്? നമ്മൾ ആദ്യം SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിഫൈൻ ചെയ്യാൻ നേരം പറഞ്ഞിരുന്നു ദ ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഈക്വിലിബ്രിയം പൊസിഷൻ.
അപ്പോൾ അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത് ഹൂക്സ് ലോയിൽ നിന്നാണ്. അപ്പോൾ ഹൂക്സ് ലോയിൽ പറയുന്നത് ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ഇടുന്നതാണ്, ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് F is equal to -kx. അപ്പോൾ അവിടുത്തെ ആ സ്പ്രിംഗ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ K എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിങ്സിന്റെ ടോപ്പിക്കിലേക്ക് നമ്മൾ വരാൻ നേരം നമുക്ക് ഈ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതോടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ഇത്ര ഓർത്തോളുക, നമ്മൾ ടൈം പീരിയഡ് ഓഫ് സ്പ്രിങ്ങിനകത്ത് മാസ് അറ്റാച്ച് ചെയ്യുന്നു, അത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് 2π√n/k. ആൻഡ് പെൻഡുലത്തിന്റെ കേസിൽ അത് 2π√L/g ആണ്. ഇനി ഒരു പോയിന്റ് കൂടി ഇവിടെ ഓർത്തോണം, പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കാൻ നേരം അവിടെ നമ്മൾ മാസ് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ കേസിൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നേരം അവിടെ നമ്മൾ സ്പ്രിങ്ങിന്റെ അടിയിലുള്ള ബോഡിയുടെ മാസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം സ്പ്രിങ്സ് പല രീതിയിൽ കണക്ട് ചെയ്യാം, സീരീസ് ആയിട്ട് പാരലൽ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാം. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഈ ഫിഗറിൽ കാണുന്ന കൂട്ട് ഒരു സ്പ്രിങ്ങിന്റെ താഴെയായിട്ട് അടുത്ത സ്പ്രിങ് ഏറ്റവും താഴെ ആയിരിക്കും വെയിറ്റ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഇക്വലന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/k ഇക്വലന്റ്, അതായത് 1/k is equal to 1/k1 plus 1/k2. ഇവിടെ k1 ഉം k2 ഓരോ ഇൻഡിവിജ്വൽ സ്പ്രിങ്സിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഇത് ഏത് കേസിലാണ്? സീരീസ് കണക്ഷന്റെ കേസിൽ. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിലോ ഇതേപോലെ സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് നമ്മൾ സ്പ്രിങ്സ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇക്വലന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ k equivalent is equal to k1 plus k2. ഡയറക്ട്ലി രണ്ടുകൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമ്മൾ പീരിയോഡിക് മോഷൻ എന്താണെന്ന് പറഞ്ഞു, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ 2 എക്സാമ്പിൾസ് പെൻഡുലവും സ്പ്രിംഗ് മാസ് സിസ്റ്റവും നമ്മൾ പറഞ്ഞു. പിന്നെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ബേസിക് ഇക്വേഷൻസ് പറഞ്ഞു. അതിൽ ഫേസ് കോൺസ്റ്റന്റ് കൺസിഡർ ചെയ്തിട്ടും ഫേസ് കോൺസ്റ്റന്റ് ഇല്ലാത്തതുമായിട്ടുള്ള 2 ഇക്വേഷൻസ് പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് വെലോസിറ്റി ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ടൈം പീരിയഡ് കണ്ടുപിടിക്കാൻ പെൻഡുലത്തിന്റെ സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിന്റെ ടൈം പീരിയഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും ഡിസ്കസ് ചെയ്തു. സ്പ്രിംഗ് കോമ്പിനേഷൻസ് വരുമ്പോൾ, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ് വരുമ്പോൾ അതിന്റെ ഇക്വലന്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കണമെന്നും ഡിസ്കസ് ചെയ്തു. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.